നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉപയോഗിക്കാനാകൂ. പ്രണയം അതിന് നീ മിടിക്കല്ലേ? നഷ്ടപ്രണയം വീണ്ടെടുക്കാൻ വന്ന പഴയ കാമുകി. ആ പ്രണയത്തിനു വേണ്ടി 20 കൊല്ലം കാത്തിരുന്ന നിത്യപ്രണയിനി. പേടിക്കണ്ട, കൂടുതൽ കെയർ കിട്ടാൻ ഐസിയിലേക്ക് കൊണ്ടുപോവാ. അമ്മയല്ലേ പറഞ്ഞ മോക്കൊരു കുഴപ്പമില്ലെന്ന്. എന്നിട്ട് എന്താ അമ്മ, എന്താ എന്റെ മോക്ക്? ഡോക്ടർമാര് പറഞ്ഞതല്ലേ ഞങ്ങൾക്കറിയും മോളെ. നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് കള്ളം പറയണോ നിങ്ങള്? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? പ്ലീസ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രെയിൻ മാപ്പിംഗിൽ ചെറിയൊരു വേരിയേഷൻ. ഐസിയുലാകുമ്പോ ഓരോ മിനിറ്റിലും മോണിറ്റർ ചെയ്യാലോ, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റുന്നത്. MRI സ്കാനിങ്ങിൽ ഒരു പ്രശ്നമില്ലെന്നല്ലേ രാവിലെ പറഞ്ഞത്? അതെ, പക്ഷേ ഈ അബോധാവസ്ഥയ്ക്കുള്ള കാരണം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് മുംബൈയിലെ ജസ്ലോഗ് ഹോസ്പിറ്റലിലെ ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ വീഡിയോ കോളിൽ വിളിച്ച് മോളെ കാണിച്ചിരുന്നു. റിസൾട്ടുകളും കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് CT സ്കാൻ ചെയ്തു നോക്കാൻ. അതിലാ വേരിയേഷൻ കണ്ടത്. ഡോക്ടറെ, ഞാൻ അവളുടെ അമ്മയാ. ശരിക്കും എന്റെ മോളുടെ അവസ്ഥ എന്താ? ടു ബി ഫ്രാങ്ക്, പൾസ് വീക്കാണ്. വീൽ ഡു അവർ ബെസ്റ്റ്. വിഷമിക്കാതെ. അമ്മേ, എന്റെ ജീവൻ എടുത്തോളൂ. വയസ്സായില്ലേ എനിക്ക്? പകരം ആ കുഞ്ഞു ജീവൻ തിരിച്ചു കൊടുക്ക്. തിരിച്ച് തറവാട്ടിലെത്തിയ അവിടെ വീണ് ഞാൻ മരിച്ചോളാം. എന്റെ കുഞ്ഞിനെ തിരിച്ചു താ ദേവി. മോളെ, എന്താ എന്താ? ഒരു മിനിറ്റ്. എന്താ അച്ഛാ?
സുഖമായിട്ട് ഉറങ്ങിയല്ലേ? ശ്രീകുട്ടിയെ കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു. മരിച്ചു ജീവിക്കുക അസാധ്യ. പക്ഷേ സ്വർണ്ണ നിറമുള്ള ആ തേള് അല്ല, ആ ശിവഭൂതവും സ്വർഗവാതിൽ പക്ഷിയും അത് സാധ്യമാക്കി തന്നിരിക്കുന്നു. ആരോ വരുന്നുണ്ട്. മുത്തശ്ശി പിന്നെ വരാം. ഞാൻ വന്ന കാര്യം ആരോടും പറയല്ലേ? അമ്മേ, ശ്രീമോളെ, മോളെ, എന്റെ ഭഗവതി, വാട്ട് നോൺസെൻസ്! നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? കുട്ടിക്ക് ബോധമുണ്ടല്ലോ. അയ്യോ ഡോക്ടർ, ഞാൻ കണ്ടതല്ലേ, ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു, ശ്വാസം നിലച്ചതാ. ഇയാൾ ഉറങ്ങിപ്പോയെന്ന് പറ. ഇറസ്പോൺസിബിൾ ഫെലോസ്. അമ്മ, എന്റെ മോള്. മോളെ. അല്ല, ഇതെന്താ പോവാണോ നീ? ആ, പോണോ അമ്മേ? ഇപ്പൊ തന്നെ 2 ദിവസം കഴിഞ്ഞില്ലേ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ദേവേട്ടന്റെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റും. മൂത്തോളം അനിന്യമോക്കാണെങ്കിൽ വീട്ടുകാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. മേഘുവിനെ വീടേൽപ്പിച്ചിട്ടാ ഞാൻ വന്നേ. അവക്ക് ഇച്ചിരിയെങ്കിലും ബോധമുള്ളൂ. എന്തായാലും 2 ദിവസം കൂടി നിക്ക്. എന്താ അമ്മ ഇത്? എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ ഞാൻ നിൽക്കൂലേ? മാത്രമല്ല, കുഞ്ഞിനെ വേഗം കൊണ്ടെല്ലാം പറഞ്ഞ് ദേവേട്ടൻ ഫോൺ ചെയ്തോണ്ടിരിക്കുക. മോളെ, ആശുപത്രി നടന്ന കാര്യങ്ങളൊന്നും നീ ദേവനോട് പറയരുത്. പിന്നെ ഒരിക്കലും എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് അയക്കില്ലവൻ. ഇല്ലമ്മേ, അത് പറയാൻ എനിക്കും പേടിയാ. മോളുടെ ഹെൽത്ത് ഒന്ന് നേരെയാവാൻ വേണ്ടി 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നേ ഞാൻ പറയൂ. ആ, അപ്പോ നാളെ തന്നെ പോണമെന്നാ? അതെ അച്ഛാ, അറിയാലോ ദേവേട്ടന്റെ സ്വഭാവം. ആയിക്കോട്ടെ. ശ്രീകുട്ടി വന്നപ്പോ ഈ തറവാടൊന്നും ഉണർന്നതാ. സാരമില്ല, കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാർക്കൊപ്പം തന്നെയാ വളരേണ്ടേ. കണ്ടില്ലേ, എത്ര ശ്രദ്ധിച്ചിട്ടും ശ്രീകുട്ടിക്ക്. അച്ഛാ, സാരല്ല, അവളിപ്പം പഴയതിലും സ്മാർട്ടായില്ലേ. എങ്കിലും അവളുടെ കാര്യത്തിൽ നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില അസാധാരണത്വങ്ങൾ പലപ്പോഴും കണ്ടിരിക്കുന്നു. അല്ല, ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, സൂക്ഷിക്കണമെന്ന് പറയായിരുന്നു ഞാൻ. ഒന്നുമില്ല മോളെ, നമ്മുടെ പരദേവത അവളെ അനുഗ്രഹിക്കും. ഈ തറവാടിന്റെ അനന്തരാവകാശി എന്റെ ശ്രീകുട്ടിയാ. ഭഗവതി അവളോടൊപ്പം ഉണ്ടാവും. എന്താടോ ടീച്ചറെ ഇങ്ങനെ? എന്താ ഇത്ര സങ്കടം ഉണ്ടാകാനുള്ള കാര്യം? ഒന്നുമില്ലേ, എന്തൊക്കെ ഈ തറവാട്ടിൽ സംഭവിക്കുന്നത്? നൂറ്റാണ്ടുകളായി ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തി മൂക്കുത്തി മോഷണം പോയി. ഞാൻ എത്ര നിർബന്ധിച്ചതാ പോലീസിലൊന്ന് പറയാൻ. അപ്പൊ അത് നിസ്സാരമാക്കി കളഞ്ഞില്ലേ? ആ മൂക്കുത്തി കല്ല് വെറും കല്ലാണെന്നും അതിനത്ര വിലയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടായത്. പാവ ശ്രീമോള്, അവള് മരണത്തിൽ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ടീച്ചറെ, വിശ്വാസം നല്ലതാണ്, പക്ഷേ അത് അന്ധവിശ്വാസമാകരുത്. മൂക്കുത്തിപ്പോയി. അത് വിലയുള്ളതായാലും അല്ലെങ്കിലും എത്രയോ കാലം ആ കാവിനകത്തുള്ള വിഗ്രഹത്തിലുണ്ടായിരുന്നതാ. അതിന് ദൈവശക്തി ഉണ്ടെന്നൊന്നും ഞാനിപ്പോ കരുതുന്നില്ല. അതുകൊണ്ട് ശ്രീകുട്ടിയെ തേളുകുത്തിയെന്നും കരുതാനാവില്ല. ഇനിയിപ്പോ തേളുകുത്തിയെന്ന് ഉറപ്പിക്കാനും ആവില്ല. ഡോക്ടറും അതല്ലേ പറഞ്ഞത്. ഓരോ മുടന്തന്യായങ്ങൾ പറഞ്ഞ് ദൈവകോപം ഇനിയും വരുത്തി വെക്കരുത്, പറഞ്ഞേക്കാം.